ഇന്ന് രാവിലെ ലോകം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ഫൈനലുകളിൽ ഒന്നാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ഒരു ദയയുമില്ലാതെ സ്പെയിൻ മൈതാനത്ത് തളച്ചിട്ടു. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ ആ സ്വപ്നം സ്പെയിൻ സ്വന്തമാക്കി. നിങ്ങൾ ഒരു കടുത്ത അർജന്റീന ആരാധകനാണെങ്കിൽ പോലും മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്പെയിൻ എന്ന രാജ്യത്തെയും അവരുടെ കളി ശൈലിയെയും സ്നേഹിച്ചു പോയിട്ടുണ്ടാകും. ന്യൂയോർക്കിലെ ഈ പുൽമൈതാനത്ത് നടന്നത് വെറുമൊരു ഫുട്ബോൾ മത്സരമായിരുന്നു അല്ല, ഇതിനു പിന്നിൽ ആഗോള രാഷ്ട്രീയത്തിലെ വളരെ വലിയ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള ഒരു യുദ്ധം കൂടിയായിരുന്നു. അർജന്റീനയ്ക്ക് ഒരു ഷോട്ട് പോലും എടുക്കാൻ അനുവദിക്കാതെ സ്പെയിൻ അവരെ പൂർണ്ണമായി പൂട്ടിക്കളഞ്ഞു. 10 പേരുമായി ചുരുങ്ങിപ്പോയ അർജന്റീനയെ എമിൽ മാർട്ടിനേസിൻ്റെ അസാധ്യമായ രക്ഷപ്പെടുത്തലുകളാണ് എക്സ്ട്രാ ടൈം വരെ എത്തിച്ചത്. എന്നാൽ ഫെരാൻ ടോറസിൻ്റെ ആ മാന്ത്രിക ഗോളിലൂടെ സ്പെയിൻ ലോകത്തിൻ്റെ നെറുകയിലെത്തി. മലയാളികൾ നെഞ്ചിലേറ്റിയ അർജന്റീന തോറ്റെങ്കിലും ഫുട്ബോൾ പ്രേമികൾക്ക് ഈ സ്പെയിൻ ടീമിനോട് ബഹുമാനം തോന്നാൻ കാരണം അവരുടെ കളി മാത്രമല്ല, ഈ വിജയത്തിന് പിന്നിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പലസ്തീൻ ജനതയുടെ. ഈ ടൂർണമെൻറ്റിനുടനീളം ആളുകളെ വിസ്മയിപ്പിച്ച 19കാരൻ ലാമിൻ യമാൽ വെറുമൊരു കളിക്കാരനല്ല, പലർക്കും ഒരു വലിയ ഇൻസ്പിരേഷനാണ്. മൈതാനത്തെ വേഗത മാത്രമല്ല, അടിച്ചമർത്തപ്പെടുന്ന ജനതയോടും ഐക്യദാർഢ്യം വൻ ലോകത്തിലേക്ക് കാണിച്ചു കൊടുത്തു. ലോകത്ത് ക്രൂരമായ അധിനിവേശത്തെയും കൂട്ടക്കൊലകളും നടത്തുന്ന ഇസ്രായേലിൻ്റെ നിലപാടുകൾക്കെതിരെ കായിക ലോകം പോലും പലപ്പോഴും മൗനം പാലിക്കുമ്പോൾ സ്പെയിൻ എന്ന രാജ്യം കൈക്കൊണ്ട വിപ്ലവകരമായ നിലപാട് ഇസ്രായേലിൻ്റെ ക്രൂരതകൾ ഇരയാവുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകി ആഗോളതലത്തിൽ പരസ്യമായി അംഗീകരിച്ച രാജ്യമാണ് സ്പെയിൻ. യഥാർത്ഥത്തിൽ ഈ മത്സരം 2 രാഷ്ട്രീയ ചേരികൾ തമ്മിലുള്ളതായിരുന്നു എങ്കിലും അർജന്റീനയുടെ പുതിയ ഭരണകൂടം ഇസ്രായേലിൻ്റെ ക്രൂരമായ അധിനിവേശത്തെ പരസ്യമായി പിന്തുണക്കുകയും അവരുടെ എംബസി ജെറൂസലമിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തവരാണ്. ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യവും പലസ്തീനിലെ നിസ്സഹായരായ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന സ്പെയിൻ എന്ന രാജ്യവും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇന്ന് സ്പെയിനിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥന കൂടിയാണ് ഈ ലോകകപ്പിൽ സ്പെയിൻ നേടിയ ഈ ചരിത്ര വിജയം. കളിയിൽ അർജന്റീന തോറ്റെങ്കിലും മനുഷ്യത്വത്തിൻ്റെ പക്ഷം ചേർന്ന സ്പെയിൻ എന്ന രാജ്യം ലോക കിരീടം ചൂടിയപ്പോൾ ഫുട്ബോൾ എന്ന വിനോദത്തിനപ്പുറം വലിയൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അക്രമികൾക്ക് മുന്നിൽ പതറാതെ ദുർബലർക്കൊപ്പം നിന്ന സ്പെയിൻ എന്ന വലിയ രാജ്യത്തോട് ഇന്ന് ലോകത്തിന് ബഹുമാനം ഇരട്ടിക്കുകയാണ്. ഫുട്ബോൾ മൈതാനത്തെ ഈ വിജയം കേവലം ഒരു കപ്പിലൊതുങ്ങുന്നില്ല, അത് നീതിയുടെ ഒരു വിജയം കൂടിയാണ്.